ദേവദൂതൻ വീണ്ടും റീമാസ്റ്റർ ചെയ്ത് പുറത്തിറങ്ങുകയാണ്. എന്തുകൊണ്ടാണ് സിബി മലയിലിന് അത്രയേറെ പ്രിയം ദേവദൂതനോട്? എൻ്റെ സിനിമാ ജീവിതത്തോടൊപ്പം ദേവദൂതന് ആയുസ്സുണ്ട്. എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടി രൂപപ്പെടുത്തിയ കഥയാണത്. അത് 1982-83 കാലഘട്ടത്തിലാണ്. ഏതാണ്ട് 42 വർഷങ്ങൾക്ക് മുൻപായിരുന്നു. ഞാൻ എൻ്റെ കരിയറിലെ ഏറ്റവും അധികം എഫേർട്ട് എടുത്തിട്ടുള്ള, ഏറ്റവും അധികം സമയം ചെലവഴിച്ച് ഏറ്റവും ശ്രദ്ധയോടെ ചെയ്ത ഒരു സിനിമയാണ് ദേവദൂതൻ. എന്നാൽ അത് അപ്രതീക്ഷിതമായ വലിയ ഒരു സെറ്റ് ബാക്ക് ആ സിനിമയ്ക്ക് തിയേറ്ററിലുണ്ടായി. 24 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ആ സിനിമ ഇറങ്ങിയ കാലത്ത് ജനിച്ചിട്ടില്ലാത്തൊരു തലമുറ ആ സിനിമ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് കാലം തെറ്റിപ്പറന്നൊരു സിനിമയാണ്. ഇന്ന് ആ സിനിമയുടെ കാലമാണ് എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ ഒരു പുതിയ വേർഷൻ, അത് ഒരു റീമാസ്റ്റേർഡ്, റീ എഡിറ്റഡ് 4K അറ്റ്മോസ്ഫിയർ ചെയ്യുന്ന ചിത്രമാണ്. എന്തൊക്കെയാണ് പ്രേക്ഷകർക്ക് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? 2000 അത് ഫിലിമിലാണ് ഷൂട്ട് ചെയ്തത്. ഫിലിമിൽ ഷൂട്ട് ചെയ്ത സിനിമയുടെ ക്വാളിറ്റിക്കൊപ്പം അതിന് മുകളിൽ നിൽക്കുന്നൊരു ക്വാളിറ്റിയിൽ നമുക്കതിൻ്റെ വിഷ്വൽസ്, അതിൻ്റെ കളറിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൻ്റെ DTS മിക്സിംഗ് ചെയ്തത് അക്കാലത്തെ ഏറ്റവും പ്രഗത്ഭനായ സൗണ്ട് റെക്കോർഡിസ്റ്റ് H. ശ്രീധറാണ്. ശ്രീധർ A. റഹ്മാൻ്റെ എല്ലാ പാട്ടുകളും, A. റഹ്മാൻ്റെ എല്ലാ സിനിമകളും സൗണ്ട് മിക്സ് ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹം ഈ ഒരു സൗണ്ട് മിക്സിംഗ് ചെയ്യുന്ന അവസരത്തിൽ എന്നോട് പങ്കുവച്ചത് ഇത്രയും മികച്ച ഒരു സൗണ്ട് ട്രാക്സ് എനിക്ക് മിക്സ് ചെയ്യാൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ 4K അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആ സൗണ്ടിൻ്റെ എല്ലാ സാധ്യതകളെയും പരമാവധി ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് നമ്മൾ സൗണ്ടിൻ്റെ ഒരു ക്വാളിറ്റി വീണ്ടും എൻഹാൻസ് ചെയ്തുകൊണ്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അന്ന് ആ സിനിമയിൽ നമ്മൾ കൂട്ടിച്ചേർത്ത ചില എലമെൻറ്റ്സ് ഉണ്ട്, ചില രംഗങ്ങളുണ്ട്, ചില തമാശകളുണ്ട്, ചില ആക്ഷൻ സീക്വൻസസ് ഉണ്ട്. അതൊക്കെ ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ഘടനയോട് ചേർന്ന് നിൽക്കാത്തതാണെന്ന് അന്നേ നമുക്ക് ബോധ്യമുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു റീ എഡിറ്റർ വേർഷനാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെക്കുന്നത്. സിനിമയെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ അതിനെ മനോഹരമാക്കുന്നത് ആ സിനിമയിലെ പാട്ടുകളാണ്. സംഗീതം ഈ സിനിമയുടെ ഏറ്റവും പ്രധാന ഘടകം തന്നെയാണ്. സാധാരണ ഒരു സ്ക്രിപ്റ്റിൻ്റെ പ്രാഥമിക ഘട്ടത്തിലൊരു സംഗീത സംവിധായകൻ്റെ സാന്നിധ്യം ഉണ്ടാകാറില്ല. പക്ഷേ നമ്മളത് ആവശ്യപ്പെടുകയും വിദ്യാസാഗർ ഇവിടെ വന്ന് നമ്മളോട് ഇരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻസൊക്കെ തരികയും ചെയ്തു. ഒരു കർണാട്ടിക് വേർഷനെയും അതിൻ്റെ ഒരു മോഡേൺ ഫ്യൂഷൻ മ്യൂസിക്കുമായിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു തലമുറയെ കാലങ്ങൾക്ക് ശേഷവും ദശകങ്ങൾക്ക് ശേഷവും സ്വാധീനിക്കുന്ന ഒരു സംഗീതമായിട്ട് അത് നിലനിൽക്കുകയാണ്. പുതിയ വേർഷൻ ഓഫ് ദേവദൂതൻ എത്തിക്കാനായിട്ട് എടുത്ത എഫേർട്ടുകൾ അത് എത്രത്തോളം വെല്ലുവിളി നേരിട്ടായിരുന്നു? പലപ്പോഴും പല സിനിമകളിലെ നെഗറ്റീവ് നമുക്ക് അവൈലബിൾ അല്ല. നെഗറ്റീവ്, ഇതിൻ്റെ സൗണ്ട് ട്രാക്ക് എല്ലാം പൂർണ്ണമായിട്ടും ഇൻടാക്റ്റായിട്ട് നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. അതുകൊണ്ടാണിത് സാധ്യമായത്. 2-3 വട്ടം ഇരുന്ന് അതിനെ എഡിറ്റ് ചെയ്ത് അതിൻ്റെ ഏറ്റവും പ്രിസൈസ്ഡായിട്ടുള്ളൊരു വേർഷനിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ ദേവദൂതൻ്റെ റിലീസ് തീയതി ഇന്ന് മോഹൻലാൽ പ്രഖ്യാപിക്കും. സിനിമ പുതിയ തലമുറയും പഴയ തലമുറയും ഒരുപോലെ ഏറ്റെടുക്കട്ടെ. എല്ലാവിധ ആശംസകളും. ശരത്തിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.